മക്കളെ ഒരുത്തിന് തോന്നണ അപ്പനെ കൊല്ലാന്നൊക്കെ മനസ്സിലാവുന്നില്ല. ഇതൊക്കെ നടക്കുന്നത് ബേസിക്കലി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ്. ഇത് കേൾക്കുമ്പോ വിഷമിക്കില്ല. ഇത് ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ്. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിനെ തിന്നോട്ടിരിക്കുന്നതാണ്. മക്കളെ പ്ലീസ്, ഇത് വേണമെങ്കിൽ ഇത് പറയുമ്പോ സ്റ്റേജ് കയറേ നീ കള്ളു കുടിച്ചിട്ടാണ് വേണ്ടതൊക്കെ സ്റ്റേജ് കയറി പറയണേ. മനസ്സിലായോ? പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ബാക്കിയുള്ള ആളുകൾ ആ ഒരു ബലഹീനതയിൽ വീണ് പോകരുതെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊടുക്കാം. ഇപ്പം നിങ്ങളിൽ പല ആളുകളുടെയും പേരൻസ് ഒക്കെ മദ്യപിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അതിലൊരു 90% ആളുകൾ മക്കൾക്ക് അത് കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആളുകളായിരിക്കാം. ചില ആളുകളൊക്കെ വളരെ മിതമായിട്ട് ഉപയോഗിക്കുന്ന പല ആളുകളും മക്കളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാറുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ അഡിക്ഷന്റെ ബുദ്ധിമുട്ട് കുടുംബത്തിൽ അനുഭവിച്ചിട്ടുള്ള ആളുകൾ, അതിൽ നിന്ന് വിട്ടുമാറാൻ കഷ്ടപ്പെടുന്ന ആളുകളും അത് മറ്റുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ പുകവലി നിർത്തിയതിനെ കുറിച്ചിട്ട് ഒരു വേദിയിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരത് റെക്കമെൻഡ് ചെയ്യാതിരിക്കുന്ന ആ ഒരു ഉപദേശങ്ങൾ ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ശരിക്കും ഉപയോഗിക്കാത്ത, ഇത് ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്ത, നാച്ചുറലി അതുമായിട്ട് ഒരു അട്രാക്ഷൻ തോന്നാത്ത ആളുകൾ വെറുതെ ഉപദേശം കൊടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് ഇതിൽ നിന്ന് മാറിയിട്ടുള്ള ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്താണ്.